സുധാകരന് മറുപടി നൽകി വി.ഡി. സതീശൻ. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മാധ്യമങ്ങൾക്ക് മുന്നിലല്ല പ്രഖ്യാപിക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മുരളീധരനെ വയനാടുമായി ബന്ധിപ്പിച്ചുള്ള കാര്യങ്ങൾ സാങ്കല്പികമാണെന്നും സതീശൻ കണ്ണൂരിൽ പറഞ്ഞു. അവിടുത്തെ തോൽവിയെക്കുറിച്ച് ഗൗരവമായിട്ട് അത് പരിശോധിക്കും. അത് KPCC അധ്യക്ഷൻ ആ കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ തോൽവിയെക്കുറിച്ച് പഠിച്ചിട്ട് വേണ്ട അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപടി സ്വീകരിക്കും. രാഹുൽ ഗാന്ധി അല്ലേ ഇപ്പോൾ അവിടുത്തെ MP. നിങ്ങളിങ്ങനെ സാങ്കല്പികമായ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ് മറുപടി പറയുന്നത്? സാങ്കല്പിക ചോദ്യങ്ങളല്ലേ. രാഹുൽ ഗാന്ധി മാറി അവിടെ ആരായിരിക്കുന്നത് സാങ്കല്പികമായ ചോദ്യമാണ്. ഞാനതിന് ഉത്തരം പറയില്ല. അങ്ങനെ ഈ മാധ്യമങ്ങളുടെ മുമ്പിലാണോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്? ഞാനാണോ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന ആൾ? സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് അതിൻ്റേതായ ഒരു മെക്കാനിസം ഉണ്ട്. അത് ചർച്ച ചെയ്തിട്ട് നമ്മൾ പേരുകൾ സമർപ്പിച്ചിട്ട് അങ്ങനെ വന്നാൽ ഏത് സീറ്റിലേക്കാണ്? KJ ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, കെ മുരളീധരൻ വിഷയത്തിൽ പരസ്യമായൊരു പോരിലേക്ക് തന്നെ കെ സുധാകരനും വി.ഡി. സതീശനും പോയിരിക്കുകയാണ്. നമുക്കറിയാം, ഇതിനു മുമ്പ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തരം സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ടെങ്കിൽ പോലും വളരെ നിർണായകമായ ഒരു കാര്യത്തിൽ കെ സുധാകരൻ കഴിഞ്ഞ മണിക്കൂറുകളിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ ഒരു പ്രസ്താവനയാണ് വി.ഡി. സതീശൻ ചോദ്യം ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് സാങ്കല്പികമാണെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു വെക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ലോക്സഭയിലെ 2 സീറ്റിലെ പരാജയത്തിനു ശേഷമായിരുന്നു ഇത്തരത്തിൽ സുധാകരന്റെ ഭാഗത്തു നിന്നും വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. ആലത്തൂരും തൃശ്ശൂരും വൻ പരാജയമുണ്ടായി. അത് പരിഹരിക്കുകയും ചെയ്യും, അതിനെതിരെ നടപടിയെടുക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ചർച്ചകളൊന്നും നടന്നിട്ടില്ല. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. സുധാകരൻ തുടക്കത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു, വയനാട് സീറ്റിനെ കുറിച്ച് ചർച്ച നടന്നിട്ടുണ്ട്, അവിടെ മത്സരിക്കാൻ ഏറ്റവും യോഗ്യനായ സ്ഥാനാർത്ഥി വി. മുരളീധരൻ തന്നെയാണ്, കെ മുരളീധരൻ തന്നെയാണ്. അല്ലാത്ത പക്ഷം രാഹുൽ ഗാന്ധിയോട് തന്നെ അഭിപ്രായം തേടിയിട്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വയനാട്ടിൽ ഈ കെ മുരളീധരൻ തൃശ്ശൂരിൽ പരാജയപ്പെട്ട കെ മുരളീധരൻ അവിടെ മത്സരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അല്പസമയം മുൻപായിരുന്നു വി.ഡി. സതീശൻ അതിനെതിരെ രംഗത്ത് വന്നത്. അത്തരമൊരു ചർച്ച വയനാടുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല. ഇതെല്ലാം മാധ്യമ സൃഷ്ടി മാത്രമായിരുന്നുവെന്നും ഇതുമായി ചർച്ച നടന്നിട്ടില്ലെന്നും പലതവണ ആവർത്തിച്ച് തന്നെ വി.ഡി. സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശനും അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റും 2 തട്ടിലാണെന്നാണ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ വ്യക്തമായിരിക്കുന്നത്. ശരി, KJ ശ്രീജിത്താണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.